The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we completed our 8th chapter, that is controlling. I think all are clear. Okay, today we are going to discuss the 9th chapter, that is financial management. Financial management. See, we know that finance is the essential for running a business, isn't it? So finance is needed to establish a business and acquire various assets, diversify business and to meeting day-to-day expenses, etc. So finance is called, so the finance is called the lifeblood of the business. അല്ലേ, നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുന്നത് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഏത് ഫിനാൻസ് എന്ന് പറയുന്നത്. അല്ലേ, എന്തിനൊക്കെയാണ് ഫിനാൻസ് വേണ്ടി വരുന്നത്? നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ വേരിയസ് അസറ്റ്സ് വാങ്ങിക്കാൻ, പലതരത്തിലുള്ള അസറ്റ്സുകൾ അക്വയർ പർച്ചേസ് ചെയ്യാൻ, ആൻഡ് ദെൻ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ഒക്കെ ബിസിനസ്സിന് എന്ത് ആവശ്യമാണ്? ഫിനാൻസ് ആവശ്യമാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വി ക്യാൻ സേ, സോ ദ ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ് ഏത്? ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി the management of finance function, management of finance functions, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറയുന്നത്. So that means it deals with planning, organizing, directing, controlling financial activities, which are the activities like procurement and utilization of fund and distribution of earnings to owners. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അതിനകത്ത് എന്തൊക്കെ വരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഒക്കെ വരുന്നു. ഏതിൻ്റെ? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ. സോ ഏതൊക്കെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ വരുന്നത്? പ്രൊക്യൂർമെൻറ്റ്സ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ട് യൂസ് ചെയ്യുക, ആൻഡ് ദെൻ ഏർണിങ്സ് ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് ഉൾപ്പെടുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ്സ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ബിസിനസ്. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്താണ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ഫണ്ട് കണ്ടെത്തുക, അതുപോലെ തന്നെ അത് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? അതിനെ യൂസ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റോള് അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വിച്ച് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഓഫ് ദ ബിസിനസ് ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. അല്ലേ, അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് ആ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? സം ഓഫ് ദം ആർ ഗിവൺ. ഏതൊക്കെയാണ് ചോദിച്ചത്? ഫസ്റ്റ് വൺ, ദ സൈസ് ആൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദ സൈസ് ആൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ദാറ്റ് മീൻസ് എ ഡിസിഷൻ ടു ഇൻവെസ്റ്റ്
rupees 10 crore rupees 100 crores in fixed assets would result in increase in the fixed capital. For example, എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നു ഡിസിഷൻസ് ടു ഇൻവെസ്റ്റ്, അതായത് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു 100 കോടി രൂപ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വുഡ് റിസൾട്ട് ഇൻക്രീസിങ് ദ, അപ്പം എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഫിക്സഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ദെൻ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. ഏതൊക്കെ കറണ്ട് അസറ്റ്സ് നമുക്കറിയാം? ക്യാഷ്, ഇൻവെന്ററീസ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ എക്സെട്ര ആർ ഓൾസോ അഫക്റ്റഡ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസ്. അപ്പൊ കറണ്ട് അസറ്റ്സിന്റെ എത്ര എമൗണ്ട് വേണം എന്നുള്ളതും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ എമൗണ്ട് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്. See, financial management decisions will directly influence the availability of long term as well as short term fund in the business na parnirukku. So it will affect the liquidity and profitability of the organizations. Okay, and the next one, the next role of financial management decision is what? Debt equity ratio. See, decisions regarding the finance will determine the amount of debt, equity capital and preference capital. Okay, and then all items in the profit and loss account. See, financial management decisions will affect all the items in profit and loss account also. Profit and loss account ഉള്ള എല്ലാ ഐറ്റവും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫോർ ഇൻസ്റ്റൻസ്, if the organization is depending highly on borrowed fund, it may call for higher interest expenses and which will result in poor profits. അല്ലേ? അതായത് ബോറോഡ് ഫണ്ട് ഒരു ഓർഗനൈസേഷൻ കൂടുതലായിട്ട് ബോറോഡ് ഫണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മേ കോൾ ഫോർ ഹയർ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് വരും. അല്ലേ? ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. See, the objectives of financial management are the two types, that is profit maximization and wealth maximization. See, profit maximization means the financial management should ensure maximum return on investment to the shareholders. Shareholders invest ചെയ്തതിൽ മാക്സിമം റിട്ടേൺസ് ഉറപ്പുവരുത്തുകയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന മാനേജ്മെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. സോ ദാറ്റ് മീൻസ് that means the maximization of profit is the objectives of every business. എല്ലാ ബിസിനസിന്റെയും ലക്ഷ്യം മാക്സിമം എന്ത് ഏൺ ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. The company should earn sufficient profit to meet its expenses and also pay dividend to shareholders. അതവിടെ പറയുന്നത്, അതായത് ഒരു കമ്പനി മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും വേണം, അതായത് അവിടുത്തെ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഓൾസോ പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് എന്തും കൊടുക്കണം? ഡിവിഡൻഡും കൊടുക്കണം. സോ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഓൾസോ റിക്വയർഡ് ഫോർ എന്തിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടി വരും? എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് എന്റർപ്രൈസസ്. അപ്പം മതിയായത്ര പ്രോഫിറ്റ് ഇതെല്ലാം കൊടുത്ത് പിന്നെയും പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം? എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസ്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ മോഡേണൈസേഷൻ നടത്താനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അത് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വാട്ട് ഈസ് ഇറ്റ്? Profit maximization. And the next one, wealth maximization. See, financial management involves the procurements and use of funds എന്നാണ് പറഞ്ഞു. അല്ലേ? ഫണ്ട് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. സോ ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്സ് ആർ ടു പ്രൊവൈഡ് മാക്സിമം റിട്ടേൺസ് ടു ദി ഓണേഴ്സ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്സ്. അല്ലേ? ഓണേഴ്സ് എത്ര ഇൻവെസ്റ്റ് ചെയ്തോ അതിന് മാക്സിമം റിട്ടേൺസ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ this is called maximizing the wealth
ഓഫ് ഓണേഴ്സ് എന്നാണ് പറയുക. മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ഓണേഴ്സ് എന്നാണ് ഇതിനെ പറയുക. സോ വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് മാക്സിമൈസിങ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിന് മാർക്കറ്റ് വാല്യൂ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വെൽത്ത് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതാണ് അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. Okay, next one, finance function or financial decisions. See, the finance functions related to three major decisions which every business manager has to take. എല്ലാ ബിസിനസ് മാനേജറും എടുക്കേണ്ട 3 കാര്യങ്ങളാണ് ഫിനാൻസ് ഫംഗ്ഷനിൽ വരുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഫിനാൻസ് ഡിസിഷൻ, തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുന്നത്? ദീസ് ഡിസിഷൻസ് റിലേറ്റ്സ് investments of firms available fund among fixed assets and കറണ്ട് അസറ്റ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡിസിഷനിൽ പറയുന്നത് ഇതാണ്, ഒരു ഫേമിന് എത്ര ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ടോ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ ഫിക്സഡ് അസറ്റ്സിലും കറണ്ട് അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. അതുപോലെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഡിസിഷൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട് ഇൻ ലോങ് ടേം അസറ്റ്സ്. ലോങ് ടേം അസറ്റ്സ് പറഞ്ഞാൽ ഏതൊക്കെ? പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സെട്ര ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ലോങ് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് ആക്ച്വലി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ വരുന്നത്. സോ ദീസ് ഡിസിഷൻസ് ഇൻവോൾവ് വാട്ട്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലേ? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമായി വരും. അഫക്റ്റ് the earning capacity and are irreversible expect at high cost. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് മനസ്സിലായോ? ഓക്കെ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഡിസിഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇൻ കറണ്ട് അസറ്റ്സ് ഓർ ഷോർട്ട് ടേം അസറ്റ്സ്. ഷോർട്ട് ടേം അസറ്റ്സിലോ കറണ്ട് അസറ്റ്സിലോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ് ഫണ്ട്സ് അവൈലബിൾ ടു ദി എന്റർപ്രൈസ് ടു ഫിനാൻസ് റെഗുലർ ഓപ്പറേഷൻസ് അല്ലേ? അതായത് ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ദ ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രോജക്റ്റ്. First one, cash flow of the project. See, investment in fixed asset generate cash inflow over a period. അല്ലേ? എന്താ പറയുന്നത്? ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവുന്നു, റെസീപ്റ്റ്സ് ഉണ്ടാവുന്നു. ഫിനാൻഷ്യൽ മാനേജർ ഷുഡ് evaluate and analyze present and future cash flow before making a capital budgeting decisions. Capital budgeting decisions എടുക്കുന്നതിന് മുൻപ് ഒരു ഫിനാൻഷ്യൽ മാനേജർ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അനാലിസിസ് നടത്തണം. പ്രസന്റിലും ഫ്യൂച്ചറിലെയും ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടാകും എന്നതിനെ കുറിച്ച് എന്നാണ് പറഞ്ഞത്, എന്നതിനെ കുറിച്ച്. സോ ഇൻ കേസ് ദ ക്യാഷ് ഇൻഫ്ലോ പൊസിഷൻസ് ഓഫ് കമ്പനീസ് ഗുഡ് enough, then it can easily use borrow fund and pay interest on time എന്നാണ് പറഞ്ഞത്. സോ ക്യാഷ് ഫ്ലോ പൊസിഷൻസ് ഓഫ് കമ്പനീസ് ഗുഡ് ആണ്, മതിയായത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഈസിലി യൂസ് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യാം ആൻഡ് പേ ഇൻട്രസ്റ്റ് ഓൺ ടൈം. അപ്പോൾ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. Okay, that is the first one. And the second factor is
or the right of return. Second one, right of return. See, the most important criterion in the right of returns of the project. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ. സോ എ പ്രോജക്റ്റ് ഈസ് അക്സെപ്റ്റഡ് ഓൺലി വെൻ ഇറ്റ് ഗീവ്സ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺസ് ആസ് കമ്പയർഡ് ടു അതേഴ്സ്. മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിലാണ് ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് എ റൈറ്റ് ഓഫ് റിട്ടേൺ. And the next one, risk involved. So the degree of risk involved in each project should be assessed before making long term investments. Long term investments നടത്തുന്നതിന് മുൻപ് ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് എവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്ഡ്. There are different capital budgeting decisions, techniques to evaluate investment proposals, which these techniques are net present value, discounted cash flow, payback period method, അങ്ങനെയുള്ള സംഭവങ്ങൾ. So that is investment criteria. And I think all are clear the investment decisions. Okay, and the next one, financing decisions. See, financing decisions relates to the quantum of finance to be raised from various sources. പല സോഴ്സസിൽ നിന്ന് എത്ര അളവ് വരെ ഫിനാൻസ് റേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. സോ മെയിൻലി ദർ ആർ ടു സോഴ്സസ് ഓഫ് ഫണ്ട്. ഏതൊക്കെയാണ് രണ്ട് സോഴ്സസ്? ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട് അല്ലേ. ഓണേഴ്സിൻ്റെ ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. ഏതാണ് ബോറോഡ്? ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതാണ് അല്ലേ ഓണേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിട്ടേൺഡ് ഏർണിങ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇനി ഫിനാൻസിങ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, ദ കോസ്റ്റ് ആണ് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ് ആർ different എന്നാണ് പറയുന്നത്. സോ ദ ഫിനാൻസ് മാനേജർ ഓൾവേസ് പ്രിഫർ ദ സോഴ്സസ് വിത്ത് മിനിമം കോസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ് ആർ ഡിഫറെൻറ്റ്. ഓരോ സോഴ്സിൽ നിന്നും ഫണ്ട് കണ്ടെത്താൻ ഓരോ ചിലവുകളാണ് വരുന്നത് അല്ലെ, പല രീതിയിലുള്ള ചിലവുകളാണ് വരുന്നത്. സോ ദ ഫിനാൻസ് മാനേജർ എപ്പോഴും ഓൾവേസ് പ്രിഫർ ദ സോഴ്സ് ഓഫ് വിത്ത് മിനിമം കോസ്റ്റ്. ചുരുങ്ങിയ ചിലവിൽ നിന്ന് എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്താൻ പറ്റുമോ അതാണ് ഫിനാൻസ് മാനേജർ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് ആണ്. സോ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദ സോഴ്സ് ഇസ് ഡിഫറെൻറ്റ് അല്ലേ. ഓരോ സോഴ്സിൽ നിന്നും നമ്മൾ ഫിനാൻസ് കണ്ടെത്തുമ്പോൾ റിസ്ക് ഓരോന്നിലും ഓരോ രീതിയിലാണ്. സോ മോർ റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബോറോഡ് ഫണ്ടിലാണ് ആസ് കമ്പയർഡ് ടു ഓണേഴ്സ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബോറോഡ് ഫണ്ടിലായിരിക്കും റിസ്ക് കൂടുതൽ. സോ ഫിനാൻസ് മാനേജർ കമ്പയർ ദ റിസ്ക് വിത്ത് കോസ്റ്റ് ഇൻവോൾവ് ആൻഡ് വിൽ ടേക്ക് wise decisions. Okay, and the next one, flotation cost. See, higher flotation cost makes the source less attractive, and flotation cost involves what? Brokers commission, underwriters commission, expenses on prospectus, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഹയർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണെങ്കിൽ അത് ലെസ് അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ബ്രോക്കറിന് കൊടുക്കുന്ന ഫീസ് അല്ലെ, കമ്മീഷൻസ്, അണ്ടർറൈറ്റേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻസ്, ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതും കൂടെ അഫക്റ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ പൊസിഷൻസ് ഓഫ് ദി കമ്പനി. സി, strong cash flow positions may make debt financing more valuable than finding through equity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, and the next one, fixed operating cost. See, if a business has high fixed operating cost, it must reduce fixed financing cost എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, if the business has high fixed operating cost കൂടുതലാണെങ്കിൽ it must reduce fixed financing cost എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Okay, and the next one, control considerations. See, issue of more equity shares may lead to dilution of management control. Equity shares ന്റെ എണ്ണം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൺട്രോൾ ഡൈലൂട്ട് ആവും അല്ലേ ഓവർ ദ ബിസിനസ് അല്ലേ. സോ കമ്പനീസ് afraid of takeover bid would prefer debt to equity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ആളുകളുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ആളുകൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, ഡിവിഡൻഡ് ഡിസിഷൻസ്. ഡിവിഡൻഡ് ഡിസിഷൻസിൽ പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. സോ ദ ഡിസിഷൻസ് ഇൻവോൾവ് here is how much of the profit earned by the company after paying tax is to be distributed to the shareholders as dividend and how much it should be retained in the business. Dividend decisions ൽ പറയുന്നത് ഇത്ര തന്നെയാണ്. അതായത് എത്ര പ്രോഫിറ്റ് കമ്പനി ഏൺ ചെയ്യുന്നു, അതിൽ എത്ര ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ പറയുന്നത്. എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്ത് എത്ര ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര ബിസിനസ്സിൽ വെക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ. ഓക്കെ, സോ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എമൗണ്ട് ഓഫ് ഏർണിങ്സ്. സോ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് കറന്റ് ആൻഡ് പാസ്റ്റ് ഏർണിങ്സ് എന്നാണ് പറഞ്ഞു അല്ലേ. ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഏർണിങ്സിൽ നിന്നാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. സോ therefore earnings are the major determinants of the decisions about the dividend അല്ലേ. സോ സെക്കൻഡ് വൺ, സ്റ്റെബിലിറ്റി ഏർണിങ്സ്. ഇഫ് ദ കമ്പനി ഹാസ് സ്റ്റേബിൾ ഏർണിങ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ഹൈ ഡിവിഡൻഡ് ടു ഹിസ് ഷെയർ ഹോൾഡേഴ്സ് എന്നായിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. See, company having good growth opportunities retain more money out of their earning so as to finance the required investments. So കമ്പനികൾക്ക് having good growth opportunities ഉണ്ടെന്നുണ്ടെങ്കിൽ retain more money out of their earnings, so the finance of the required investment. The dividend in growth companies is therefore smaller than in the non-growth companies എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, and next one, cash flow positions. Companies declare high rate of dividend only when they have surplus cash. സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് ഹൈ ലെവലിൽ ഡിവിഡൻഡ് ഹൈ റേറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ സിറ്റുവേഷൻ ഷോർട്ടേജ് ഓഫ് ക്യാഷ് കമ്പനീസ് ഡിക്ലെയർ നോ ഓർ വെരി ലോ ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസസ്. See, as shareholders have voting right, their interest regarding dividend plays an important role in dividend decisions. So there are always some shareholders who depend upon a regular income from their investments. Okay, അപ്പോൾ shareholders have the voting right ഉള്ളതുകൊണ്ട് their interest regarding dividend plays an important role in the dividend decisions പറഞ്ഞു. അതുകൊണ്ട് there are always some shareholders ഉണ്ട് എങ്ങനെയാണ്, who depend upon regular income from their investments അല്ലേ. അവിടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റെഗുലർ ആയിട്ട് ഇൻകം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന some shareholders ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Next one, taxation policy. See, if the tax on dividend is higher, it is better to pay less dividend. And so taxation policies of government also influence the dividend decisions. Okay, and next one, stock market reactions. See, a high rate of dividend has positive impact on stock price and vice versa. So therefore management should take into account impact of dividend policy on the equity share price while taking a decision about it. Okay, that is stock market reactions. The next one, access to capital market. So large and reputed companies generally have easy access to capital market അല്ലേ, അങ്ങനെയാണല്ലോ. And therefore may depend less on retained earnings to finance their growth എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So these companies tend to pay higher dividend എന്നാണ് പറഞ്ഞത്. And the next factor, legal constraints. See, certain provisions of the Companies Act
place restrictions on payout as a dividend. So such provisions must be adhered to while declaring the dividend. Okay, and contractual constraints. See, while granting loans to a company, sometimes the lender may impose certain restrictions on the payment of dividend in future. So the companies are required to follow the terms of the agreement. Okay, I think all are clear. Next one, financial planning. എന്താണ് financial planning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the process of planning employed in finance, it is called financial planning. Financial planning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the process of planning employed in the ഫിനാൻസിൽ നമ്മൾ ഫിനാൻസ് പ്ലാൻ ചെയ്യുക അല്ലേ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം when the process of planning ഏത് പ്രോസസ് വരുന്നത് എംപ്ലോയ്ഡ് ഇൻ ദി ഫിനാൻസ്. See, it is known as financial planning. That means it involves the estimation, procurement, utilization and administration of fund. അല്ലേ, ഫണ്ട് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ എങ്ങനെ യൂസ് ചെയ്യാം, ഏത് മാർഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും, എത്രയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത്. സോ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഈസ് ടു എൻഷുർ ഇനഫ് ഫണ്ട്സ് ആർ അവൈലബിൾ അറ്റ് റൈറ്റ് ടൈം. കൃത്യസമയത്ത് മതിയായത്ര ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത്. സോ ബട്ട് ഹാവിംഗ് നോ സർപ്ലസ് ഫണ്ട്. സോ ഇറ്റ് ഇൻവോൾവ് ദ ഫോളോയിങ് ആസ്പെക്ട്സ്. ഏതൊക്കെയാണ്? എസ്റ്റിമേഷൻ ഓഫ് ക്വാണ്ടം ഓഫ് ഫിനാൻസ്, and then determine the pattern of finance, that is proportion of various securities to be issued, and then proper utilization of finance through effective policies and programs. Okay, and then there are types of financial planning: long-term financial planning and short-term financial planning is there. See, for a long-term financial planning focus on capital expenditure for long-term growth and investment in the business, usually 3 to 5 years. That is long-term financial planning. And short-term financial planning means in the form of budget, usually a period of 1 year or less. ഒരു വർഷം അതിൽ കുറഞ്ഞോ വരുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കും. 3 to 5 വർഷം വരെയൊക്കെയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയും. എന്താണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്? ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് വെൻ എവർ റിക്വയർഡ്. ആവശ്യമുള്ളപ്പോൾ ഫണ്ടുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഇൻക്ലൂഡ് എസ്റ്റിമേഷൻ ഓഫ് ഫണ്ട് ഫോർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ഫണ്ടുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഓരോ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, ടു എൻഷുർ ദാറ്റ് ഫേംസ് ഡസ് നോട്ട് റേസ് റിസോഴ്സസ് അൺനെസസറിലി. അനാവശ്യമായിട്ട് റിസോഴ്സസ് റേസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ ഇറ്റ് വിൽ ഹെൽപ്സ് ടു മിനിമൈസ് ദ ലോസ് മിനിമൈസ് ചെയ്യും ഡ്യൂ ടു ഐഡിൽ ഫണ്ട് ഇൻ ദി ഓർഗനൈസേഷൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. And the next one, importance of financial planning. So the first one, it helps the company to prepare for the future. ഫ്യൂച്ചർ പ്രിപ്പയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. സോ ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർകാസ്റ്റ് വാട്ട് മേ ഹാപ്പൺ ഇൻ ഫ്യൂച്ചർ അണ്ടർ ഡിഫറെൻറ്റ് ബിസിനസ് സിറ്റുവേഷൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗ്രോത്ത് ഓഫ് 20% in sales is predicted. So however, it may happen that growth rate eventually turn out to be 10% to 30%. Okay, second one, helps in coordinations. So it helps in coordinating various business functions. So financial planning helps in coordinating various business functions. And then example, sales and production function may provide clear policies and procedures. So it makes possible a closer cooperation between various departments of the firm. And the next one, base for financial control. See, financial planning act as a base for checking the financial activities by comparing the actual revenue with
estimated revenue and actual cost with estimated cost. That is base for the financial control. And next one, reduce wastage. See, detailed plan of action prepared under financial planning reduce wastage, duplication of effort and gaps in planning എന്നാണ് പറയുന്നത്. Okay, and the next one, ensuring liquidity. So financial planning maintain the balance between inflow and outflow of fund, makes it liquid fund available throughout the year എന്നാണ് പറഞ്ഞത്. Okay, next one, helps in avoiding business shocks and surprises. See, by anticipating the financial requirements, financial planning helps to avoid shock and surprise which otherwise firm have to face in uncertain situations എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, I think all are clear. Thus, the next topic, that is capital structure. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു the mix or the composition of long-term sources of fund such as equity share capital, preference share capital, debentures, long-term loans and reserves and surplus. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് മിക്സ് ഓർ ദ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ ഒരു മിക്സ് അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ ആണ് ആക്ച്വലി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ആൻഡ് റിസർവ്, സർപ്ലസ്, ഇങ്ങനെയുള്ളതൊക്കെ. സോ ഇൻ അതർ വേർഡ്സ് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് ബോറോഡ് ഫണ്ട് ടു ദി ഓണേഴ്സ് ഫണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ബോറോഡ് ഫണ്ട് ടു ദി ഓണേഴ്സ് ഫണ്ട്. ദാറ്റ് മീൻസ് it is a mix between owners fund and borrowed fund. Owners fundum borrowed fund mix ആണ് ആക്ച്വലി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. സോ ഓണേഴ്സ് ഫണ്ട്സ് ആർ കോൾഡ് ഇക്വിറ്റി ആൻഡ് ബോറോഡ് ഫണ്ട്സ് ആർ കോൾഡ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസിസ്റ്റ് ഓഫ് എനി ഓഫ് ദി ഫോളോയിങ് ഫോംസ്. അതായത് ഒന്നില് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ഇക്വിറ്റി ഷെയർസ് മാത്രമാവാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസും ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസും ഉണ്ടാവും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചറും ഉണ്ടാവും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേം ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്. എന്താണ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെപ്റ്റ് എന്ന് പറയുന്ന ബോറോഡ് ഫണ്ടിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് ഉണ്ട്, അതിനെയാണ് എന്ത് പറയുക? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുക. സോ ഓർ ക്യാപിറ്റൽ ഗിയറിംഗ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ബോറോഡ് ഫണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര അളവ് വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് ഒക്കെ എന്ന് പറയുന്നത്. സോ വെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് വെരി സ്മോൾ, ഇറ്റ് ഈസ് സെഡ് ടു ബി ഹൈ ഗിയർഡ് ആയിരിക്കും. And whereas if borrowed fund is more than equity, borrowed fund ആണ് ഇക്വിറ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലോ ഗിയർഡ് കമ്പനി. അതിനെ ലോ ഗിയർഡ് കമ്പനി ആയിരിക്കും അത്. സോ ആസ് എ ഫിനാൻഷ്യൽ ലിവറേജ് increase, the cost of funds declined and therefore more earnings per share, but the financial risk is increases എന്നാണ് പറയുന്നത്. സോ എ ഫിനാൻഷ്യൽ ലിവറേജ് കൂടിയാൽ എന്ത് സംഭവിക്കും? ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഡിക്ലൈൻഡ് ആയിരിക്കും ആൻഡ് therefore more earnings per share ആയിരിക്കും, ബട്ട് ദ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി സച്ച് ആസ്
debenture and preference capital in the capital structure so as to increase the return on equity capital. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത് അല്ലേ, അതായത് ഏതൊക്കെയാണ് ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, എവിടെ ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയുടെ യൂസ് ആണ് ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയിൽ പറയുന്നത്. സോ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇൻ അനദർ വേർഡ്സ്, ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ പ്രോഫിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എംപ്ലോയിങ് അതർ ഫണ്ട് അല്ലേ. മറ്റുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയിൽ പറയുന്നത്. സോ ഇറ്റ് ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ക്യാപിറ്റൽ ഗിയറിംഗ് എന്നും പറയാറുണ്ട്. ഇനി ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ അവൈലബിലിറ്റി ഫോർ സർവീസിങ് ദ ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് സർവീസിങ് ഡെപ്റ്റ് മീൻസ് ഇവിടെ പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോൺസ് as when it is due for the payment എന്നാ പറയുക. So if debt is to be included in the capital structure, the company should estimate the future cash flow to ensure the coverage എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, and second one, interest coverage ratio. See, interest coverage ratio refers to number of times earnings before interest and tax cover the interest obligations എന്നാ പറയുന്നത്. So higher the ratio means lower the risk for the company to pay interest in time. So interest coverage ratio is equal to earnings before interest and tax divided by interest ആയിരിക്കും. അതാണ്. നെക്സ്റ്റ് ഫാക്ടർ ആണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോസ്. See, the cash profit generated from the operations must be enough to service the debt and preference share capitals number. So that is debt service coverage ratio. The cash profit generated from the operation must be enough to service the debt and preference share capital. Okay, and then return on investments means if return on investment is higher than rate of interest for debt, borrowed fund can be increased in capital structure, and otherwise increasing equity proportion is good. Okay, and next one, cost of debt. If the firm is able to borrow at lower rate, it may prefer more debt than equity in capital structure. Okay, and the next one, tax rate. The income tax liability can be reduced by empowering borrowed fund in capital structure, and the interest on debt is deductible expenses. Okay, and the next one, cost of equity. See, when the company increase debt in their capital structure, the financial risk faced by the equity shareholders may increase. So that the company cannot use debt beyond a point. Okay, next one, flotation cost. See, it is the cost incurred for floating or issuing securities such as brokerage, underwriting commissions and etc. It is generally less in case of debt. Okay, next one, risk consideration. A business has two types of risk. They are financial risk and business risk. See, to pay interest, preference dividend, repayment of capital, etc. And business risk involve operating risk. So it must be considered while choosing a suitable capital structure. And the next one, flexibilities. See, the capital structure should be capable of being adjusted according to the needs of changing conditions. Conditions അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം capital structure. So to maintain flexible ആയിരിക്കണം, the company should maintain some borrowing power to take care of unforeseen circumstances എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So and the next one, control. If the control of the management is to be retained, debt financing is recommended for raising additional fund.
Okay, and next one, regulatory framework. See, rules and regulations framed by SAB must be considered while choosing a capital structure. And next one, stock market conditions. So during depression in capital market, investors will prefer fixed interest bearing security for safety, and hence it is not advisable to issue shares that time. In boom situation, issue of shares will be more preferable. And the next one, capital structure of other companies. See, capital structure followed by other companies in the same industry may be adopted by considering while they are conformity with the industry's norms or not. So these are the factors influencing these are the factors affecting the choice of capital structure. Next one, fixed capital and working capital. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ റെപ്രസെന്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വിച്ച് നീഡഡ് ടു അക്വയർ ഫിക്സഡ് അസറ്റ്സ് അല്ലെ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ്, അങ്ങനെയുള്ളത്. ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ദ റിസീവ്ഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഇതിൽ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിലാണ് കിട്ടുള്ളൂ അല്ലേ, അതാണ് പറയുന്നത്. സോ ഇതിന് ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ അലോക്കേഷൻ ഓഫ് ഫേംസ്. Management of fixed capital, it refers to allocation of firms capital to different project or assets which will have a long term implication in the business എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ലോങ് ടേം ഗ്രോത്ത്. See, this capital is invested in fixed asset and long term project, therefore it will affect the future prospects of the business. Okay, and second one, large amount of fund involved. See, a major proportion of capital may be blocked in this area. So hence careful planning and detailed analysis is very essential in this segment. Okay, and the next one, high risk. See, investments decisions involving huge capital outlay influence the overall performance of the business. And then irreversible decisions. See, once the decision to acquire a permanent asset is taken, it becomes very difficult to reverse that decisions. So it is possible but with huge losses. Okay, what are the factors affecting the requirements of fixed capital? First one, nature of the business. Nature and characteristics of business determine how much fixed capital is required. In manufacturing concern, fixed capital is require huge investments. Then next one, scale of operations. See, large scale business generally require huge investments in fixed capital than small scale business organization. Next one, growth prospects. See, higher investments in fixed capital is necessary if the organization is in the way of growth and expansions. And the next one, diversification. See, when the firm diversify its operation to new segment, higher fixed capital requirements arises. And the next one, method of acquiring fixed assets. See, if it is in hire purchase or lease system, less amount of investment is required for cash purchases. Okay, and then collaborations. See, by collaborating with other firms, the requirements of fixed capital will be reduced. Fixed capital can be reduced. Okay, and these are the factors affecting the fixed capital. Factors affecting the requirements of fixed capital. And next one, working capital. See, working capital is the part of capital required for investing in short term or current assets. Current assets or short term assets invest ചെയ്യുന്നതാണ് working capital എന്ന് പറയുന്നത്. അത് ഇൻവെന്ററീസ്, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ, സൺഡേ ഡെപ്റ്റേഴ്സ്, ക്യാഷ് റിക്വയർഡ് ഫോർ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ, സാലറി കൊടുക്കാൻ, റെന്റ് കൊടുക്കാൻ, വേജസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി. അതാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത്. So there are two concepts
ഓഫ് ഡിഫൈനിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ കറണ്ട് അസറ്റ്സ്. അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതായത് കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് നെറ്റ് വർക്കിംഗ്. അങ്ങനെ രണ്ട് കോൺസെപ്റ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ്. ഇതിനകത്ത് വരുന്ന ഫാക്ടേഴ്സും എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ ബിസിനസ് തന്നെയാണ്. കൺസേൺ വിച്ച് ഡു നോട്ട് കീപ് വെരി ഹൈ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സെൽ ഓൺ ക്യാഷ് basis can manage the less working capital. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ജനറലി ബിഗ് enterprises have to keep higher working capitals. And then business cycle, in boom period the production and sales will be larger and hence huge amount of working capital is required അല്ലേ boom period. But in case of depression ആണെങ്കിലോ it will be less ആയിരിക്കാം. And then seasonal factors വരുന്നുണ്ട്. Industries that produce and sell seasonal goods require large amount of, ആ സമയത്ത് ലാർജ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ആൻഡ് പ്രൊഡക്ഷൻ സൈക്കിൾ പറയുമ്പോൾ ലോങ്ങർ ദ പീരീഡ് ഓഫ് മാനുഫാക്ചർ ആണെങ്കിൽ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ആൻഡ് ക്രെഡിറ്റ് അലൗഡ് മീൻസ് എ ലിബറൽ ക്രെഡിറ്റ് പോളിസി റിസൾട്ട് ഇൻ ഹയർ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് thereby more working capital requirements. And then credit availed if the business gets credit facility from its suppliers for goods or lesser would be for working capital requirements. And the next one, operating efficiency. If cash, debtors and inventories are effectively managed, working capital requirements can be reduced. Okay, then availability of raw materials. See, if raw materials are available regularly without any shortage, less working capital is needed. And next one, growth prospects. See, if a firm is growing fast, it will require large amount of working capital to meet higher production and sales. And next one, level of competition. See, in case the competition is high, more shall be stock of finished goods, thus increasing working capital requirements. So, and the next one, inflation. A huge amount of working capital is needed at the time of inflation. Inflation means price raise ആവുന്ന സമയത്ത്. So to maintain cost, to maintain constant volume of production and sales. Okay, I think all are clear. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഇത് പഠിച്ചു വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എക്സാമിനേഷന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, that's all for today. If you have any doubt, please contact me.